ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് ചാനലാണിത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് കാണൂ. പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം. അത് പ്രപഞ്ചശക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവമായിക്കോട്ടെ, എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നല്ല രീതിക്ക് വിചാരിച്ചുകൊണ്ട് വേണം ഈ ഒരു റീഡിങ് കാണാനായിട്ട്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ബുദ്ധിമതിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിയുള്ള ആൾക്കാരായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് വളരെയധികം മതിപ്പാണ് ഈ വ്യക്തിക്കുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലും ജയിച്ച് കാണിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ടാണ് ഈ പേഴ്സൺ, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ പ്രപഞ്ചശക്തി ഇടപെട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് കാണപ്പെടുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിനെ നല്ല രീതിയിൽ പ്രപഞ്ചശക്തി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു നിധി കാക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിലപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് സൂക്ഷിച്ച് വെക്കും, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനത്തെ ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലെസ്സിങ്സ് ആണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ വരിക, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നല്ലൊരു ജോലി ലഭിക്കുക, സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ലഭിക്കുക. അപ്പോൾ അതിലൂടെ ഈ വ്യക്തി വളരെയധികം സന്തോഷമാവുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ യൂണിവേഴ്സ് പറയുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു ഡെഡിക്കേഷന്, അതായത് ഡെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സമർപ്പണം, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ ദിവസങ്ങളായിട്ടോ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ ഇതിൽ പലതരത്തിലുള്ള പൊട്ടൽ, ചീറ്റൽ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതിൽ നിന്നൊന്നും നിങ്ങൾ വിട്ടുപിരിയാതെ, പിന്തിരിഞ്ഞു പോകാതെ, നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഇതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് അത്രത്തോളം ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ പലവരുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ രാത്രിയാണെങ്കിൽ പോലും പലവരും വളരെ വിഷമിച്ചാണ് കിടന്നുറങ്ങുന്നത്. ഒരുപാട് കരഞ്ഞിട്ടും വിഷമിച്ചിട്ടൊക്കെയാണ് പലവരും കിടന്നുറങ്ങുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജീവിതം തള്ളി നീക്കുന്നതും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനുമുള്ള ആൾക്കാർ പല മേഖലകളിലും പല രീതിയിലും വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ടാകാം. അതിപ്പോൾ എന്താ പറയുക, അതിപ്പോൾ ജോലിയുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും പ്രണയിച്ച് നടന്ന വ്യക്തികളൊക്കെ ഒരുപക്ഷെ അവരൊക്കെ കല്യാണം കഴിച്ച് സെറ്റിൽഡ് ആയിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമവും അതുപോലെ ഒരു ദുഃഖം അത് നിങ്ങൾ പുറത്ത് കാണിക്കില്ല, മറ്റുള്ളവരുടെ മുന്നിലൊന്നും നിങ്ങൾ കാണിക്കില്ല, പക്ഷെ മനസ്സിൽ ഒതുക്കി വെക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു പക്ഷേ വിദേശത്തൊക്കെ ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫിസിക്കൽ പരമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ വളരെ കുറവായിട്ട് കാണിക്കുന്നു. ഓക്കെ, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രികാലങ്ങളിലാണ് ഈ വ്യക്തി നല്ല രീതിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി പകൽ സമയത്തൊക്കെ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി
നല്ല രീതിക്ക് തന്നെ എന്താണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഓക്കെ. പിന്നെയെന്ന് പറയാനാണെങ്കിൽ, അതെ, ഈ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒരു മാജിക്കാണ് പ്രതീക്ഷിക്കുന്നത്. മാജിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഉള്ളത് ഇല്ല എന്ന് കാണിക്കാനും ഇല്ലാത്തത് ഉണ്ട് എന്ന് കാണിക്കാനും പറ്റുന്ന ഒരു പ്രക്രിയയാണ് മാജിക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു മാജിക്ക് എന്താണ്, അങ്ങനെ ഒരു മാജിക്ക് നടന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നിരുന്നെങ്കിൽ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് ആർക്കേഞ്ചൽ മിഖായേലാണ് നിങ്ങളുടെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഏഞ്ചലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില സമയങ്ങളിൽ എന്താ പറയുക, നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് കഷ്ടകാലമാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ തോന്നിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്തരം ചിന്തകളൊക്കെ മാറ്റി വെച്ചോളൂ. കാരണം നിങ്ങളെ ഏഞ്ചൽസ് ആണെങ്കിലും ഈ പ്രപഞ്ചശക്തിയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെവിടെ? അതെ, ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത് ലവിങ് വുമൺ ആണ്. അതായത് കൂടുതലും സ്ത്രീകളാണ് ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, അത്രയും ഡെഡിക്കേഷനോട് കൂടി, അത്രയും മനക്കട്ടിയോട് കൂടി, മനോബലത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ പേഴ്സണെ വിട്ടിട്ട് ഒരു ജീവിതം ഇല്ല എന്ന് വെച്ചാൽ, ഈ പേഴ്സണ് നിങ്ങളോട് അങ്ങനെ അല്ല എന്നല്ല, പക്ഷേ നിങ്ങളുടെ ആ ഒരു കരുത്തും ശക്തിയും ക്ഷമയോട് കൂടിയുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു മനസ്സ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി, അത് യൂണിവേഴ്സ് നിങ്ങളെ അപ്രിസിയേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ നല്ല രീതിക്ക് തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ തേടിയിട്ട് ധാരാളം നന്മകൾ നിങ്ങളെ തേടിയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. അത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പല കാര്യങ്ങൾ, പല മോശപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് പണ്ട് നടന്നിട്ടുള്ള മോശപ്പെട്ട കാലഘട്ടങ്ങൾ ഉണ്ടാവുമല്ലോ, കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ എന്താണ് വേർപെട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേക്കാനായിട്ട്, ഇപ്പോൾ മോശപ്പെട്ട ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനായിട്ടുള്ള ആ ഒരു മനസ്സ് അത് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടി എന്താ പറയുക, ഈ പേഴ്സൺ ആണെങ്കിൽ പോലും എന്താ പറയുക, വളരെയധികം സന്തോഷത്തിലേക്കും ഒരു സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കിടയിലേക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ വ്യക്തി വളരെ എന്താ പറയുക, ബുദ്ധിപൂർവമാണ് ഓരോ കരുക്കളും നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഈ വ്യക്തി വളരെ സത്യസന്ധതയുള്ള വ്യക്തിയാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം സത്യസന്ധതയുള്ള വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ മറ്റാരുടെയെങ്കിലും ലൈഫിലേക്ക് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് വീണ് പോയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു, എന്തുകൊണ്ടോ നിങ്ങളായിരുന്നു പോസിറ്റീവ്, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ചില സമയങ്ങളിൽ കുറ്റബോധവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനാണ് തെറ്റുകാരൻ, ഞാൻ തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ അവളെ വേദനിപ്പിച്ചു, അവനെ വേദനിപ്പിച്ചു, എനിക്കതിനുള്ള തിരിച്ചടി കിട്ടി എന്നുള്ള, അല്ലെങ്കിൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ പേഴ്സൺ ഒരു ബാലൻസ് ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലൻസ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും എല്ലാം തന്നെ നല്ല രീതിക്ക് വരാൻ വേണ്ടിയിട്ട്, എല്ലാം ഒരേ രീതിയിൽ ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു അവസാനം കാണിക്കുന്നുണ്ട്. അവസാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ നെഗറ്റിവിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യങ്ങൾ എന്താണോ അത് നല്ല രീതിയിൽ അവസാനിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവസാനിക്കപ്പെടാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരിക്കലും നിങ്ങൾ കരയേണ്ടി വരില്ല എന്നുള്ളതാണ്. കാരണം ഇതിനോടകം നിങ്ങൾ ഒരുപാട് കണ്ണീര് കളഞ്ഞിട്ടുണ്ടാകാം.
നിങ്ങളുടെ ഡെഡിക്കേഷൻ നിങ്ങളുടെ 100% ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഔട്ട്പുട്ട് കിട്ടിയില്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ വിഷമത്തിൻ്റെ മുന്നോടിയായിട്ട് ധാരാളം സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുത്തരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ, നമുക്കിവിടെ ശിവഭഗവാന്റെയും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ജീസസിൻ്റെയും എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക. അതുപോലെ തന്നെ യൂണിവേഴ്സിനെയും നല്ല രീതിയിൽ വിശ്വസിക്കുക. ഓക്കെ. അതുപോലെ തീർച്ചയായിട്ടും ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് പറയുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അത് നിർത്തുക. എനിക്കതില്ല, എനിക്കിതില്ല, എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്കിത് കിട്ടിയതിനായി നന്ദി എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടദൈവത്തിനോടും അതേപോലെ തന്നെ പ്രപഞ്ചശക്തിയോടും നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നോക്കണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക്, മെത്തേഡ്, ഗ്രാറ്റിറ്റ്യൂഡായിട്ടുള്ള അഫർമേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരുടെയും സ്നേഹം സക്സസ് ആവട്ടെ, എല്ലാവരുടെയും പ്രണയം അടിപൊളിയാകട്ടെ. ഓക്കെ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ തുടക്കത്തിലേ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. തുടക്കത്തിലേ തന്നെ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ഇപ്പോഴും കൊടുത്തേക്കാം. അപ്പോൾ അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ്.